ഇസ്ലാമിലെ ഖബർ ഇവിടെ വരിക, സലാം പറയുക, പോവുക. അസ്സലാമു അലൈക്കും യാ ശുഹദാ ഉഹദ്. ഇത് മാത്രമേ പറയാനുള്ളൂ നമുക്ക്. അതിൽ നേതാവ് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ സലാം പറയുക. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരോടല്ല, അവർക്ക് വേണ്ടി. അല്ലാഹുവേ, ഉഹദിൽ കിടക്കുന്ന സഹാബാക്കൾക്ക് പുറത്തു കൊടുക്കണേ, ഉഹദിൽ കിടക്കുന്ന ശുഹദാക്കൾക്ക് സ്വർഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്യുക. നമുക്ക് ഇവരോടൊന്നും ചോദിക്കാനില്ല. നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹുവിനോട്. ഇവർക്കൊന്നും നമുക്ക് തരാനും പറ്റൂല, ഒരിക്കലും തരൂല. നമ്മൾ ചോദിച്ചാൽ കേൾക്കൂല, നമ്മൾ വന്നത് കാണൂല, നമ്മൾ വന്ന കാര്യം അറിയൂല. അള്ളാഹു മാത്രമേ നമ്മളെ തേട്ടം കേൾക്കുള്ളൂ, അള്ളാഹുവിനെ അത് സാധിക്കുള്ളൂ. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. ആരെങ്കിലും മരിച്ചോര് കേൾക്കും, അറിയും, ഇടപെടും, ഉത്തരം തരൂന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കളവാണ്, ചതിയാണ്, വഞ്ചനയാണ്, പറ്റിപ്പാണ്. മനസ്സിലായിക്കോളെ, അങ്ങനത്തെ ഒരു സംഗതി ഇസ്ലാമിൽ ഇല്ല. 1400 ചില്ലാനും വർഷങ്ങളായി ഉഹദിൽ ഈ ശുഹദാക്കൾ കിടക്കാൻ തുടങ്ങിയിട്ട്. നമ്മളെക്കാളും നല്ല മുസ്ലിമീങ്ങൾ കഴിഞ്ഞുപോയ നാടായത്. അവരാരും ഇവിടെ വന്നിട്ട് ചോദിച്ച് പഠിപ്പിച്ചിട്ടുമില്ല. ഈ നാടിന്റെ ഗവൺമെന്റിനെ അള്ളാഹു സഹായിക്കട്ടെ. അവരിങ്ങനെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഈ സ്ഥലം ഇങ്ങനെ ആയിരിക്കൂല. വിദ്യാർത്ഥികളുടെ ഖുറാഫാത്തുകളുടെ സമ്മേളന നഗരിയായി ഇതുവരെ പച്ചയായിട്ട് ഇരുന്നത് ഓറഞ്ച് നിറത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങൾക്കാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അവിടെ ആദ്യം തലഭാഗത്ത് വിരിച്ചിട്ട് പിന്നെ കാൽഭാഗം വരെ വിരിക്കുക എന്നുള്ളതാണ് കേട്ടോ.